വടക്കേ ഇന്ത്യയിലെ കരുതി വന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂലിപ്പടയ്ക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ടി വരികയാണ്. 7 മണിക്കൂറോളം എന്ത് പരാതിയുടെ അല്ലെങ്കിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും SFIOയ്ക്കും നൽകിയതാണ്. ഈ രേഖകളെല്ലാം ഉണ്ട്. ഇതിന്റെ ടാക്സ് അടച്ചതാണ്. ഇത് ബാങ്കുകളിൽ കൂടിയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ഇതെല്ലാം വ്യക്തമായിരിക്കെ നേതാക്കന്മാരെ വിരട്ടി അവരെ വാഷിംഗ് മെഷീനിൽ ഇറക്കി അവരെ കുളിപ്പിച്ച് BJPയിൽ ചേർക്കുന്ന പ്രവർത്തനം കേരളത്തിലും നടപ്പിലാക്കി. എൻ്റെ പിണറായി വിജയൻ സാറ്, നിങ്ങൾക്ക് ആ BJPയിൽ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗതികേട് വരുമോ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ കാട്ടിത്തരാം. അതായത് ബംഗാളിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഒരു കാലത്ത് കയ്യോടെ വീഡിയോ സഹിതം പിടിക്കപ്പെട്ടതാണ് കൈക്കൂലി വാങ്ങുന്നത്. അതോടുകൂടി BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത് പിന്നീട് അങ്ങേര് മുഖ്യമന്ത്രിയായി. വേണമെങ്കിൽ നമുക്ക് ജെമിനിയോട് ചോദിച്ച് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. താങ്കൾ കൃത്യമായി ഓർക്കുന്നുണ്ട്. താങ്കൾ ഉദ്ദേശിച്ചത് സുവേന്ദു അധികാരി ഉൾപ്പെട്ട നാരദ സ്റ്റുഡിയോസ് നാരദ സ്കാം വിവാദത്തെക്കുറിച്ചാണ്. 2016 ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് EPMC നേതാക്കൾ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് പണം വാങ്ങുന്ന ഒളികാമറ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. അന്ന് TMC നേതാവായിരുന്ന സുവേന്ദു അധികാരി പണം വാങ്ങുന്ന ദൃശ്യങ്ങളും അതിലുണ്ടായിരുന്നു. ഈ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ 2016 പശ്ചിമ ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയം ശക്തമായി ഉയർത്തിക്കാട്ടുകയും തൃണമൂൽ കോൺഗ്രസിനെയും സുവേന്ദു അധികാരിയെയും കടുത്ത ഭാഷയിൽ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ TMC എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അല്ല, ടെറർ, മൗത്ത്, കറപ്ഷൻ, ഭീകരത, വാചകമടി, അഴിമതിയാണെന്നായിരുന്നു അന്ന് മോദിയുടെ പരിഹാസം. എന്നാൽ പിന്നീട് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. 2020 ഡിസംബറിൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ BJP ചേർന്നു. BJPയിൽ എത്തിയതോടെ അദ്ദേഹം പാർട്ടിയിലെ പ്രധാന മുഖമായി മാറുകയും ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി പദവിയിലെത്തുകയും ചെയ്തു. പഴയ രാഷ്ട്രീയ നിലപാടുകളും ഇന്നത്തെ സാഹചര്യങ്ങളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇതൊക്കെ പിണറായി വിജയൻ സാറിന് കണ്ടുപഠിച്ചാൽ പോരെ, അങ്ങ് മെമ്പർഷിപ്പ് എടുക്കുക. പിന്നീട് അങ്ങനെ നിങ്ങളെന്തായി, ദേശപുത്രനായി. പിന്നെ നിങ്ങൾ ഇന്ത്യ വാഴ്ത്തപ്പെടുന്ന ഭാരതീയ പുത്രന്മാരുടെ നേതാവായി. പിന്നെ എന്ത് പേടിക്കണം? പിന്നെ നിങ്ങൾക്ക് കൈക്കൂലി വാങ്ങാം, പിന്നെ നിങ്ങൾക്ക് കൊള്ളയടിക്കാം, ജനങ്ങളെ പല പേരിലും ആക്രമിക്കാം, നിങ്ങൾക്ക് പല വീടുകളും ഫുൾ ടൗസർ വെച്ച് ഇടിച്ച് തകർക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പശുവിൻ്റെ പേരിലും മറ്റതിൻ്റെ പേരിലും കലാപങ്ങൾ ഉണ്ടാക്കാം. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ആവശ്യമുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരുടെ ഓഫീസ് തുറന്നു തന്നെ വെച്ചിട്ടുണ്ടാവും. പോയി ഒരു മെമ്പർഷിപ്പ് എടുക്കുക, പണി തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഒരു